Hi friends, welcome back to my channel. നമ്മൾ ഇന്ന് linear algebra PYQ session part 3 ആണ് ചെയ്യുന്നത്. Our first question, what are the eigenvalues of the following 2 by 2 matrix? 2, -1, -4, 5. Option A, -1 and 1, B, 1 and 6, C, 2 and 5, D, 4 and -1. So, നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഈ ഒരു മെട്രിക്സിന്റെ ഏഗൻ വാല്യൂസ് ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സോ ഏഗൻ വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു മെട്രിക്സിന്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഡിറ്റർമിനന്റ് ഓഫ് എ മൈനസ് ലാംഡ ഈക്വൽ ടു 0 ചെയ്താൽ മതി. ഡിറ്റർമിനന്റ് ഓഫ് എ മൈനസ് ലാംഡ ഈക്വൽ ടു 0. So determinant of a minus lambda എന്ന് പറഞ്ഞാൽ determinant of 2 minus lambda minus 1 minus 4 5 minus lambda equal to 0. So നമ്മൾ determinant കാണുമ്പോൾ 2 minus lambda into 5 minus lambda minus 1 into 4 ഇങ്ങനെയുള്ള നമ്മൾ determinant കാണും. So minus 4 equal to 0. Then നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് 2 into 5 10, then 2 into minus lambda into 5 minus 5 lambda minus lambda into minus lambda plus lambda square, then നമ്മുടെ minus 4. then നമ്മൾ ഈ ഒരു ഇക്വേഷനെ ഒന്ന് അറേഞ്ച് ചെയ്യുമ്പോൾ ലാംഡ സ്ക്വയർ നമ്മൾ ഫസ്റ്റ് എഴുതി, then minus 2 lambda minus 2 lambda minus 5 lambda അതായത് minus 7 lambda plus 10 minus 4 6 equal to 0. സോ ഇതാണ് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. ഇതിന് നമ്മൾ ഒന്നുകൂടെ മിനിമൈസ് ചെയ്ത് എഴുതുകയാണെങ്കിൽ ലാംഡ മൈനസ് 1 ഇൻറ്റു ലാംഡ മൈനസ് 6 എന്ന് എഴുതാം. സോ ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് ലാംഡ ഈക്വൽ ടു 1 6 എന്ന് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. സോ നമ്മുടെ ഏഗൻ വാല്യൂസ് എന്ന് പറയുന്നത് 1 and 6 ആണ്. ആൻസർ ഈസ് ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the trace and determinant of a 2 by 2 matrix are known to be -2 and -35 respectively. Its eigenvalues are. സോ നമുക്ക് ട്രേസ് ആൻഡ് ഡിറ്റർമിനൻറ്റും തന്നിട്ടുണ്ട്. ട്രേസ് എന്ന് പറയുന്നത് -2ഉം ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് -35 ആണ്. അതുപോലെ തന്നെ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ 2 by 2 മെട്രിക്സ് ആണ്. സോ ഈ 2 by 2 മെട്രിക്സിന്റെ ഏഗൻ വാല്യൂസ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സോ ട്രേസ് എന്ന് പറഞ്ഞാൽ സം ഓഫ് ഏഗൻ വാല്യൂസ് ആണ് ട്രേസ് എന്ന് പറയുന്നത്. ട്രേസ് എന്ന് പറഞ്ഞാൽ സം ഓഫ് ഏഗൻ വാല്യൂസ്. സോ നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷനിൽ -2 നമുക്ക് തന്നിട്ടുള്ളതിൽ 2 ഏഗൻ വാല്യൂസ് ഉണ്ടല്ലോ ഓപ്ഷനിൽ, അത് രണ്ടും സം ചെയ്യുന്ന സമയത്ത് -2 കിട്ടുന്നുണ്ടോ നോക്കിയാൽ മതി. സോ ഫസ്റ്റ് ഓപ്ഷൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് റോങ് ആണ്. -30 പ്ലസ് -5 -2 അല്ല, -37 പ്ലസ് -1 ചെയ്യുന്ന സമയത്തും 2 കിട്ടുന്നില്ല. സി -7 പ്ലസ് 5 ചെയ്യുമ്പോൾ -2 കിട്ടുന്നുണ്ട്. സോ ഇവിടെ ഈ ഒരു ഓപ്ഷൻ കറക്റ്റ് ആണ്. ദെൻ ഡിയും റോങ് ആണ്. ദെൻ നമ്മൾ ഡിറ്റർമിനന്റ് എന്ന് പറയുമ്പോൾ പ്രോഡക്റ്റ് ഓഫ് ഐഗൻ വാല്യൂസ് ആണ്. സോ നമുക്ക് ഐഗൻ വാല്യൂസ് 7ഉം 35 ആണ്. 7 ഇൻറ്റു 35 -7 ഇൻറ്റു 35 എന്ന് പറയുന്നത് -35 ആണ്. -7 ഇൻറ്റു 5 എന്ന് പറയുന്നത് -35 ആണ്. സോ ആൻസർ ഈസ് സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, Cayley-Hamilton theorem states that a square matrix satisfies its own characteristic equation. Consider a matrix A equal to -3, 2, -1, 0. First question, X satisfies the relation. So ഇവിടെ നമുക്ക് Cayley-Hamilton theorem വെച്ചിട്ട് A സാറ്റിസ്ഫൈ ചെയ്യുന്ന റിലേഷൻ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സോ നമുക്ക് തന്നിട്ടുള്ള സ്ക്വയർ മെട്രിക്സ് ഇതാണ്, A equal to -3, 2, -1, 0. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അതായത് ഡിറ്റർമിനന്റ് ഓഫ് A മൈനസ് ലാംഡ I ഈക്വൽ ടു 0. സോ നമ്മൾ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യണം.
So determinant of -3 minus lambda 2 minus 1 0 minus 1 equal to 0. So നമ്മൾ ഡിറ്റർമിനന്റ് കാണുമ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷൻ ആണ് കിട്ടുക. -3 മൈനസ് ലാംഡ ഇൻറ്റു മൈനസ് ലാംഡ -2 അതായത് +2 വരും. സോ നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് 3 ലാംഡ പ്ലസ് ലാംഡ സ്ക്വയർ പ്ലസ് 2 ഈക്വൽ ടു 0 എന്ന് കിട്ടും. നമ്മൾ അതിനൊന്ന് ഓർഡർ ചെയ്തിട്ട് എഴുതുമ്പോൾ നമുക്ക് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഇതാണ്. സോ നമുക്ക് കെയ്ലി ഹാമിൽട്ടൺ തിയറം വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. സോ നമ്മൾ ഈ ഒരു ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനിലേക്ക് നമ്മൾ എ കൊടുക്കുക ചെയ്യുക. അതായത് ലാംഡ ഉള്ളിടത്ത് എ വെച്ചിട്ട് ചെയ്യുക. അതായത് ലാംഡ സ്ക്വയർ എന്നുള്ളതിന് എ സ്ക്വയർ പ്ലസ് 3a പ്ലസ് 2i ഈക്വൽ ടു 0. സോ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. സോ ഇത് നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടോ എന്ന് നമ്മൾ നോക്കാം. സോ ഈ ഒരു ഇക്വേഷന് ഈ ഓപ്ഷൻസിലില്ല. ബട്ട് 3യും 2ഉം വരുന്നൊരു ആൻസർ വരുന്നുണ്ട്. സോ നമുക്ക് ബോത്ത് സൈഡിലും നമ്മൾ എ ഇൻവേഴ്സ് കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. സോ നമ്മൾ എ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ ഇൻവേഴ്സ് ഇൻറ്റു എ സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് എ എന്ന് കിട്ടും. പ്ലസ് 3 ഇൻറ്റു എ ഇൻവേഴ്സ് എ എന്ന് പറയുമ്പോൾ 1 ആണ്. സോ 3i. ദെൻ 2 പ്ലസ് 2 ഇൻറ്റു എ ഇൻവേഴ്സ് ഐ എന്ന് പറയുന്നത് 2 ഇൻവേഴ്സ് തന്നെയാണ്. 2a ഇൻവേഴ്സ് ആണ് ഈക്വൽ ടു 0. സോ നമ്മൾ ഈ ഒരു ഇക്വേഷൻ ആണ് നമുക്ക് ഓപ്ഷൻ എ ആയിട്ട് വരുന്നത്. സോ അവർ ആൻസർ ഈസ് ഓപ്ഷൻ എ. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ. സോ നമ്മൾ നേരത്തെ ചെയ്ത കെയ്ലി ഹാമിൽട്ടൻ്റെ അതിൽ വരുന്ന സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് എ റേസ് ടു 9 ഈക്വൽസ് എന്ന് പറഞ്ഞിട്ട്. സോ എ റേസ് ടു 9 കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കെയ്ലി ഹാമിൽട്ടൺ ഇക്വേഷൻ നമുക്ക് എ സ്ക്വയർ പ്ലസ് 3a പ്ലസ് 2i ഈക്വൽ ടു 0 എന്ന് കിട്ടിയിട്ടുണ്ട്. സോ ഈ ഒരു ഇക്വേഷന് നമുക്ക് എ സ്ക്വയർ ഫൈൻഡ് ഔട്ട് ചെയ്യാം. സോ എ സ്ക്വയർ ഈക്വൽ ടു -3a മൈനസ് 2i എന്ന് കിട്ടും. ഓക്കെ. ദെൻ നമുക്ക് എ റേസ് ടു 4 അതായത് എ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ ചെയ്താൽ എ റേസ് ടു 4 കിട്ടും. സോ നമ്മൾ ഈ ഒരു എ സ്ക്വയറിലേക്ക് എ സ്ക്വയറിൻ്റെ വാല്യൂ അതായത് -3a മൈനസ് 2i എന്നുള്ളത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ചെയ്യാം. അതായത് 9a സ്ക്വയർ പ്ലസ് 6a പ്ലസ് 6a പ്ലസ് 4i കിട്ടും. ദെൻ 6aയും 6aയും 12a കിട്ടും. 9a സ്ക്വയർ പ്ലസ് 12a പ്ലസ് 4i. ദെൻ നമ്മൾ എ സ്ക്വയർ ഉള്ളിടത്ത് നമ്മൾ എ സ്ക്വയറിൻ്റെ വാല്യൂ അപ്ലൈ ചെയ്യുന്നു. -3a മൈനസ് 2i എന്ന് കൊടുക്കുക. സോ നമുക്ക് -27a മൈനസ് 18i പ്ലസ് 12a പ്ലസ് 4i എന്ന് കിട്ടും. ദെൻ അറ്റ് ലാസ്റ്റ് നമുക്ക് എ ഉള്ളത് -27a പ്ലസ് 12a ചെയ്യുമ്പോൾ -15aയും -18i പ്ലസ് 4i ചെയ്യുമ്പോൾ -14iയും കിട്ടും. സോ നമുക്ക് എ റേസ് ടു 4 എന്നുള്ളത് ഇതാണ് കിട്ടിയത്. ദെൻ നമുക്ക് കാണേണ്ടത് എ റേസ് ടു 8 ആണ്. എ റേസ് ടു 8 ഈക്വൽ ടു എന്താണ്? എ റേസ് ടു 4 ഇൻറ്റു എ റേസ് ടു 4 കാണാം. ദെൻ നമുക്കൊരു വാല്യൂ കിട്ടും. സോ നമ്മൾ എ റേസ് ടു 8 കിട്ടിയിട്ട് നമുക്ക് എ റേസ് ടു 9 കാണണമെങ്കിൽ എ ഇൻറ്റു എ റേസ് ടു 8 ചെയ്താൽ മതി. ഓക്കെ. സോ എ റേസ് ടു 8 ഈക്വൽ ടു എ റേസ് ടു 4 ഇൻറ്റു എ റേസ് ടു 4. നമുക്ക് എ റേസ് ടു 4 കിട്ടിയത് -15a മൈനസ് 4i ആണ്. സോ അത് നമ്മൾ ഇൻറ്റു ചെയ്യുക. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. സോ 225a ആണ്, എ സ്ക്വയർ ആണ്, പ്ലസ് 420a പ്ലസ് 156i. ദെൻ എ സ്ക്വയർ ഉള്ളിടത്ത് -3a മൈനസ് 2i സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു.
ഇത് എ സ്ക്വയർ ആണ്. സോ എ സ്ക്വയറിൻ്റെ വാല്യൂ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദെൻ അഗെയിൻ നമ്മൾ അത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ആൻസർ നമുക്ക് -255a മൈനസ് 254i എന്നാണ് കിട്ടുക, a⁸8. ദെൻ നമ്മൾ a⁹9 കാണാൻ a × a⁸8 ചെയ്യും. സോ നമുക്ക് a⁹9 കിട്ടും. സോ a × a⁸8 നമുക്ക് -255a മൈനസ് 254i കിട്ടിയിട്ടുണ്ട്. നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ -255a² മൈനസ് 254a കിട്ടും. ദെൻ അഗെയിൻ a സ്ക്വയറിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദെൻ അവർ ഫൈനൽ ആൻസർ ഈസ് 511a പ്ലസ് 510i. സോ നമ്മളെ a⁹9 എന്നുള്ളത് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതാണ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Given that a equal to -5 -3 2 0 and I equal to 1 0 0 1, the value of a cube is. So a cube ന്റെ വാല്യൂ ആണ് കാണേണ്ടത്. ഓപ്ഷൻ എ 15a plus 12i, b 19a plus 13i, c 17a plus 15i, d 17a plus 21i. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് എ എന്ന് പറഞ്ഞ മെട്രിക്സ് തന്നിട്ടുണ്ട്. ദെൻ ഒരു ഐഡൻറ്റിറ്റി മെട്രിക്സ് തന്നിട്ടുണ്ട്. ദെൻ എ എന്ന് പറഞ്ഞ മെട്രിക്സിൻ്റെ എ ക്യൂബ് ആണ് നമുക്ക് കാണേണ്ടത്. നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത ക്വസ്റ്റ്യൻ ഈ ഒരു സെയിം പാറ്റേൺ ആണ്. എൻ്റെ a⁹9 ആണ് നമ്മൾ തൊട്ട് മുന്നേയുള്ള ക്വസ്റ്റ്യനിൽ ചെയ്തത്. അതേ സെയിം പാറ്റേൺ തന്നെയാണ് ഇവിടെ അപ്ലൈ ചെയ്യുക. സോ നമ്മൾ ഫസ്റ്റ് എൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക. a മൈനസ് lambda I equal to 0. Determinant of a minus lambda I equal to 0 എന്ന് നമ്മൾ ചെയ്യുക. എന്നിട്ട് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുക. സോ നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത് λ² പ്ലസ് 5 lambda പ്ലസ് 6 ആണ് കിട്ടുന്നത്. സോ കെയ്ലി ഹാമിൽട്ടൺ തിയറം വെച്ചിട്ട് നമുക്ക് λ² a² എന്ന് എഴുതാം, പ്ലസ് 5 lambda നമുക്ക് 5a എന്ന് എഴുതാം. ദെൻ പ്ലസ് 6 നമുക്ക് 6i എന്ന് എഴുതാം ഇസ് ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ കെയ്ലി ഹാമിൽട്ടൺ തിയറം. ദെൻ നമുക്ക് a² കിട്ടി. a² ഇതിൽ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. a² ഈക്വൽ ടു -5a മൈനസ് 6i എന്നായിരിക്കും a² വരുന്നത്. സോ നമുക്ക് a ക്യൂബ് കാണാൻ a² ഈക്വൽ ടു a ഇൻറ്റു a² ചെയ്താൽ നമുക്ക് a ക്യൂബ് കിട്ടും. a ക്യൂബ് ആണ്. a ക്യൂബ് ഈക്വൽ ടു a ഇൻറ്റു a² ഇസ് ഈക്വൽ ടു a ഇൻറ്റു a² എന്ന് പറയുന്നത് -5a മൈനസ് 6i ആണ്. ദെൻ നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ -5a² മൈനസ് 6a എന്ന് കിട്ടും. ദെൻ നമ്മൾ a² -5a² വാല്യൂ നമ്മൾ മുകളിൽ കിട്ടിയിട്ടുണ്ട്. എന്താണ്? -5a മൈനസ് 6i. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. -5a മൈനസ് 6i മൈനസ് 6i മൈനസ് 6a. നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് -5 ഇൻറ്റു -5 എന്ന് പറയുമ്പോൾ പ്ലസ് 25a എന്ന് കിട്ടും. ദെൻ -5 ഇൻറ്റു -6i എന്ന് ചെയ്യുമ്പോൾ പ്ലസ് 30i മൈനസ് 6a. ദെൻ 25 മൈനസ് 6 ഈക്വൽ ടു 19a പ്ലസ് 13i. 19a ആണ്. 19a plus 13i. So our answer is B, 19a plus 13i എന്നാണ് നമ്മുടെ ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്.
അപ്പോൾ ഓക്കെ ബൈ, താങ്ക് യു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ.